ഇനി ഹിന്ദുത്വത്തെ പറ്റിയുള്ള രാഷ്ട്രീയ സ്വയംസേവക സംഘം സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളാണ്. കാരണം ഹിന്ദുത്വം എന്താണ് എന്നതിനെ പറ്റിയുള്ള വിശദീകരണം RSS സർസംഘചാലക് നടത്തുകയാണ്. ഹിന്ദുത്വം ഇല്ലെങ്കിൽ ലോകം തന്നെ നിലനിൽക്കില്ല എന്നാണ് സർസംഘചാലക് പറയുന്നത്. മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഇത് ധർമാധിഷ്ഠിതമായിട്ടുള്ള ഒരു കൾച്ചറാണ്. അതായത് ഹിന്ദുത്വത്തെ കേവലം ഒരു മതാടിസ്ഥാനത്തിലല്ല കാണേണ്ടത്, മറിച്ച് ഇതൊരു സംസ്കാരമാണ്. ഒപ്പം ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട മറ്റ് സംസ്കാരങ്ങൾ, അത് ഈജിപ്ഷ്യൻ സംസ്കാരമാണെങ്കിലും റോമ സംസ്കാരമാണെങ്കിലും ഇതെല്ലാം ഭാരതീയ സംസ്കാരം രൂപപ്പെടുന്ന കാലഘട്ടങ്ങളിൽ തന്നെ ഉള്ളതാണെങ്കിലും പിന്നീട് ആ സംസ്കാരങ്ങളൊക്കെ മണ്ണടിഞ്ഞു പോയിരിക്കുന്നു. പക്ഷേ ഭാരതീയ സംസ്കാരം എന്നത് ഇപ്പോഴും നിലനിൽക്കുകയാണ്, അത് ജീവിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് ധർമാധിഷ്ഠിതമായതുകൊണ്ടാണ് അതിങ്ങനെ നിലനിൽക്കുന്നത്, മരണമില്ലാത്തത് എന്നാണ് RSSന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് വ്യക്തമാക്കുന്നത്. ആദ്യം അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് പോ. यूनान, मिस्र, रोमा सब मिट गए जहाँ से। कुछ बात है कि हस्ती मिटती नहीं हमारी। तो भारत ये एक अमर समाज, अमर सिविलाइजेशन का नाम है। बाकी सब आए, चमके, चले गए, लेकिन इन सब के उदय और अस्त हमने देखे और हम अभी भी है और रहेंगे, क्योंकि एक बेसिक नेटवर्क ऐसा हमने बनाया है अपने समाज का। उसके चलते हिंदू समाज रहेगा। हिंदू नहीं रहेगा तो दुनिया नहीं रहेगी, क्योंकि ये जो धर्म नाम की चीज है जिसका मैंने उल्लेख किया, समय समय पर उसको जीकर दुनिया को देना ये हिंदू समाज ही करेगा। उसका ये ईश्वर प्रदत्त कर्तव्य है। ഐസനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഐസൺ, ഈ ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ അത് ദേശീയതയാണ് എന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ടായിരുന്നു. മഹർഷി അരവിന്ദനും VD സവർക്കറും ഉൾപ്പെടെയുള്ള ധീര ദേശാഭിമാനികൾ നമുക്ക് മുൻപ് സഞ്ചരിച്ചിരുന്നവർ കൃത്യമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ കാര്യം തന്നെയാണ് ഹിന്ദുത്വം എന്ന നിലയിൽ RSS സർസംഘചാലകം ഡിഫൈൻ ചെയ്യുന്നത്. ഇന്ന് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ഈ ഭാരതീയ സംസ്കാരത്തിനൊപ്പം നിലനിന്നിരുന്ന മറ്റ് കൾച്ചറുകൾ, മറ്റ് ജീവിത രീതികൾ അതെല്ലാം ആ മണ്ണിൽ തന്നെ ഇല്ലാണ്ടായിരിക്കുന്നു. അത് റോമ സംസ്കാരമാണെങ്കിലും ഈജിപ്ഷ്യൻ സംസ്കാരമാണെങ്കിലും അതെല്ലാം ഇന്ന് നിലനിൽക്കുന്നില്ല, ജീവിക്കുന്നില്ല. അവിടെയൊക്കെ മറ്റ് സംസ്കാരങ്ങൾ, മറ്റു ജീവിത രീതികൾ രൂപപ്പെട്ടു. പക്ഷേ ഭാരതത്തിൻ്റെ സംസ്കൃതി എന്ന് പറയുന്നത് അതൊരിക്കലും മരണമില്ലാത്തതാണ്, അത് ധർമാധിഷ്ഠിതമാണ്. മറ്റ് സംസ്കാരങ്ങളെല്ലാം എവിടെയാണോ അത് രൂപപ്പെട്ടത് അവിടെ ഇല്ലാണ്ടാകുമ്പോഴും ഭാരതത്തിൻ്റെ ഈ സംസ്കാരം അത് ഈ മണ്ണിൽ ഇപ്പോഴും ജീവിക്കുന്നു, അതിനൊരിക്കലും മരണമില്ല എന്ന വിശദീകരണമാണല്ലോ ഇപ്പോൾ സർസംഘചാലകിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ഐസൺ, തീർച്ചയായും ഗൗതം, ഭാരതത്തിൻ്റെ സംസ്കാരവും അതുപോലെ തന്നെ ലോകത്ത് നിലനിന്നിരുന്ന പുരാതന സംസ്കാരങ്ങൾ, അതായത് ഈ ഗ്രീക്ക് സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, സ്വാഭാവികമായും റോമൻ സംസ്കാരം, ഈ സംസ്കാരങ്ങളെല്ലാം തന്നെ ഒരു വലിയ സാംസ്കാരിക പാന്താവിലൂടെ സഞ്ചരിച്ച വലിയൊരു ചരിത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഈ സിവിലൈസേഷണൽ ഹിസ്റ്ററിയൊക്കെ പഠിക്കുമ്പോൾ, വലിയ ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സമഗ്രവും വിശാലവുമായി നിലനിന്ന ഇത്തരം ആശയങ്ങളെല്ലാം തന്നെ അതേ മണ്ണിൽ തന്നെ കെട്ടടങ്ങി, അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാതെ, മറ്റിടങ്ങളിൽ അത് സ്വാധീനം ചെലുത്താതെ കെട്ടടങ്ങുകയാണ് ചെയ്തത്. എന്നാൽ ഭാരതത്തിൻ്റെ സംസ്കാരം നിലനിൽക്കുകയും മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. അത് പണ്ട് ഉണ്ടായിരുന്ന അതേ പ്രദേശങ്ങളിൽ ഇന്നും ശക്തമായി നിലനിൽക്കുന്നു. ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ആ സംസ്കാരത്തിൻ്റെ ഉൾക്കാഴ്ച വർദ്ധിക്കുന്നുവെന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഉൾച്ചേർക്കലിൻ്റെ, അല്ലെങ്കിൽ ഈ ചേർത്ത് നിർത്തലിൻ്റെ ഫിലോസഫി പിന്തുടരുന്നൊരു സംസ്കാരം, ഒരു ധർമ്മത്തിൽ അധിഷ്ഠിതമായൊരു സംസ്കാരമാണ് ഭാരതത്തിൻ്റെ ഹിന്ദുത്വം. അതുകൊണ്ട് തന്നെ ആ ഹിന്ദുത്വം നിലനിന്നില്ലെങ്കിൽ മറ്റ് സംസ്കാരങ്ങളൊന്നും തന്നെ നിലനിൽക്കാത്തൊരു സാഹചര്യം ഉണ്ടാകും. ഹിന്ദുത്വം നിലനിന്നില്ലെങ്കിൽ ലോകം തന്നെ ഇല്ലാതാകും എന്ന് പറയുന്നത് ലോകത്തെ എല്ലാ സംസ്കാരങ്ങളെയും ഉൾച്ചേർക്കുകയും അവയെല്ലാം തന്നെ തുടരാനൊരു അവസരമൊരുക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലം ഭാരതത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിനുണ്ട്. ഈ സാംസ്കാരിക ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഹിന്ദുക്കൾ നിലനിൽക്കുന്നതും, അല്ലെങ്കിൽ ഹിന്ദുത്വം നിലനിൽക്കേണ്ടത് ലോകത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തത്. അത്തരത്തിലൊരു സംവിധാനത്തിലേക്ക് ഭാരതം സഞ്ചരിച്ചത് നമ്മൾ ഉണ്ടാക്കിയ സാംസ്കാരികമായ ഒരു ഇഴയടുപ്പത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു ഇഴയുടെ ഊടും പാവും നെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത്തരത്തിൽ ഊടും പാവും നെയ്തതാണ് ഇന്നും ഇവിടെ രാമനും റഹീമും നിലനിൽക്കുന്നത്. അത്തരത്തിൽ വിവിധ സംസ്കാരങ്ങളെ ഉൾക്കൊള്ളാനും വിവിധ സംസ്കാരങ്ങളുമായി ചേർന്ന് നിൽക്കാനും ഭാരതത്തിൻ്റെ സ്വന്തം അസ്തിത്വത്തെ നിലനിർത്താനും സാധിക്കുന്നു. അതുതന്നെയാണ് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രത്യേകതയെന്നും അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഭാരതത്തിൻ്റെ സംസ്കാരം എന്തുകൊണ്ടാണ് മറ്റ് സംസ്കാരങ്ങളിൽ നിന്നും വിഭിന്നമാകുന്നതും സുപ്പീരിയർ ആകുന്നതും അതുകൊണ്ട് തന്നെയാണ് അത് നിലനിൽക്കുന്നത് എന്നും കൃത്യമായി അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും സുപ്രധാനമായൊരു ഘടകം എന്ന് പറയുന്നത് ഈ സഹിഷ്ണുതയുടെയും അതുപോലെ തന്നെ ഉൾച്ചേർക്കലിൻ്റെയും ഒരു സംസ്കാരമാണ്, അല്ലെങ്കിൽ അത്തരം ഒരു ചരിത്രമാണ് ഭാരതത്തിനുള്ളത്. ആ ചരിത്രം തന്നെയാണ് മറ്റ് സംസ്കാരങ്ങളെ നിലനിൽക്കാനുള്ള പ്രേരക ശക്തിയായി ഭാരതത്തെ മാറ്റുന്നത് എന്ന കൃത്യമായൊരു സന്ദേശം തന്നെയാണ് അദ്ദേഹം നൽകുകയും ചെയ്തത്. തീർച്ചയായും നമുക്ക് അറിയാൻ സാധിക്കും, അത് അദ്ദേഹം പറഞ്ഞ പ്രദേശം എന്ന് പറയുന്നത് മറ്റു പ്രാധാന്യമുള്ളൊരു പ്രദേശമാണ്. മണിപ്പൂരിലാണ് അദ്ദേഹം ഇക്കാര്യം 3 ദിവസ സന്ദർശനത്തിനിടെ മണിപ്പൂരിലെ ഒരു പൊതുവേദിയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിക്കുന്നത്.
വിവരിക്കുകയും ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഭാരത സംസ്കാരം എന്ത് എന്ന് കൃത്യമായി വളരെ ചെറിയ വാക്കുകളിൽ ഏറ്റവും നട്ഷൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയാവുന്ന രീതിയിൽ അദ്ദേഹം നൽകിയിരിക്കുന്നു. എന്താണോ RSS മുന്നോട്ട് വയ്ക്കുന്ന ആശയം, എന്താണോ ഹിന്ദുത്വം എന്ന വസ്തുത, എന്താണോ ഹിന്ദുത്വം എന്ന സത്യം, ഇതെല്ലാം തന്നെ കൃത്യമായും ജനങ്ങളോട് പറയുന്ന ഒരു നിലപാട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹിന്ദുത്വം എന്നത് ദേശീയത തന്നെയാണ് എന്ന വിശദീകരണം ഒരിക്കൽ കൂടി നൽകുകയാണ്, ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുകയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം. സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പറയുന്നത് ഭാരതത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് അതിന് മരണമില്ലാത്തതാണ്. കാരണം ഭാരതീയ സംസ്കാരത്തിനൊപ്പം തന്നെ പ്രാചീനമായ ഒരുപാട് കൾച്ചറുകൾ ഈ ലോകത്ത് രൂപപ്പെട്ടിരുന്നു. അത് ഗ്രീക്ക് സംസ്കാരമാണെങ്കിലും റോമൻ സംസ്കാരമാണെങ്കിലും ഇതെല്ലാം ഭാരതത്തിൽ നാഗരികത രൂപപ്പെടുന്ന കാലഘട്ടങ്ങളിൽ തന്നെ രൂപപ്പെട്ടതാണ്. പക്ഷെ നമുക്കറിയാം അതെല്ലാം പിന്നീട് മൺമറഞ്ഞു പോയി. കാരണം കടന്നു വന്ന അധിനിവേശങ്ങളിൽ വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലുമുള്ള കൾച്ചറുകൾ വരുന്ന ഘട്ടത്തിൽ അതെല്ലാം ഇല്ലാണ്ടാവുകയോ മൺമറയുകയോ ചെയ്തു. പക്ഷെ നമുക്കറിയാം ഭാരതമെന്ന് പറയുന്ന ദേശത്തേക്ക് ഏതാണ്ട് 1000 വർഷക്കാലം വിവിധ സ്വഭാവത്തിലുള്ള അധിനിവേശ ശക്തികൾ കടന്നു വന്നിട്ടുണ്ട്. അത്തരം അധിനിവേശങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഈ സംസ്കാരം, ഈ കൾച്ചർ ഇവിടെ നിലനിൽക്കുന്നു എന്നത് ഇത് ധർമാധിഷ്ഠിതമായതുകൊണ്ടാണ് ഇതിനെ ആർക്കും തകർക്കാൻ കഴിയാത്തത് എന്ന ആശയമാണ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് നൽകുന്നത്. കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹം മണിപ്പൂരിലുണ്ട്. മണിപ്പൂരിൽ നടക്കുന്ന പൊതുപരിപാടിയിൽ സംസാരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണുന്നത്.